ചിറയൻകീഴഴൂരിൽ ഉറങ്ങിക്കിടന്ന 9 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം. അഴൂർ സ്വദേശികളായ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷലാണ് മരിച്ചത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് പിതാവ് ദിലീപ് ആരോപിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഉറങ്ങിക്കിടന്ന ദീശലിന് പാമ്പുകടിയേറ്റത്. കുട്ടിയുടെ നിലവിളി കേട്ട് ഉണർന്ന വീട്ടുകാർ ഉടൻ തന്നെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീടിനുള്ളിൽ നിന്ന് പിന്നീട് ഒരു മൂർഖൻ പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഡോക്ടർമാർ കാട്ടിയ അനാസ്ഥയാണ് മകന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതെന്ന് ദിലീപ് പറഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ കുട്ടിക്ക് അടിയന്തര പ്രാധാന്യമുള്ള ചികിത്സ നൽകാൻ അധികൃതർ തയ്യാറായില്ല. കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഡോക്ടർമാർ അത് ഗൗരവമായി എടുത്തില്ലെന്ന് പിതാവ് ആരോപിക്കുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതുവരെ കുട്ടി സംസാരിച്ചിരുന്നുവെന്നും കൃത്യസമയത്ത് ശരിയായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ മകനെ തിരികെ കിട്ടുമായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു. നിലവിൽ കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്നതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്.